കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെയും അതുപോലെ തന്നെ യൂറോപ്പിലെയും ഒക്കെ എല്ലാ ചാനലുകളെയും ഒക്കെ വല്ലാണ്ട് വിരട്ടുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ US ഫെഡറൽ ഏജൻസി നടപടി സ്വീകരിക്കും, നിങ്ങൾക്ക് തരുന്ന സഹായങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. എന്താ കാര്യം എന്നറിയോ? സാധാരണ എല്ലാ യുദ്ധങ്ങൾക്കും കുഴലൂതുന്ന മാധ്യമങ്ങൾ പോലും ഇന്നത്തെ ഈ പോസ്റ്റ് മോഡേൺ AI കാലത്ത് അവർ വല്ലാതെ കുഴലൂതുന്നില്ല. ചില സത്യങ്ങൾ ഉറക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റോയിറ്റേഴ്സ് ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഒരു ശക്തമായ മാധ്യമ നാവാണ്. ഈ ചാനലുകൾ കാണുമ്പോൾ ചില ചാനലുകളൊക്കെ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്നൊക്കെ പറയുന്ന പോലുള്ള ചാനലുകൾ ബോധപൂർവം ഒരു കാര്യവുമില്ലാത്ത ചില വാർത്തകൾ അമിത വികാരത്തോടൊക്കെ അടിച്ചുവിടുന്ന ഓരോരുത്തരൊക്കെ ഉണ്ട്. അത്തരം ചാനലുകളെ യുദ്ധസമയത്ത് നിങ്ങൾ സമീപിക്കാതിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ഏതായാലും റോയിറ്റേഴ്സ് വളരെ ഗൗരവമായ 2 വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാർത്തകൾ വളരെ ഗൗരവമുള്ളതാണ് താനും. അതിലൊരു വാർത്ത എന്താണെന്നറിയോ? US is quickly exhausting tools to absorb Iran war oil shock. The US is rapidly running out of shock absorbers to cushion the oil market from the loss of Middle Eastern crude supplies as the Iran rages, raising the risk of deeper global economic slowdown if demand destruction acceleration. As the US-Israeli war on Iran enters its 3rd week, at least 15% of the world oil supplies remain effectively trapped inside the Gulf following the closure of Strait of Hormuz, the region of vital maritime checkpoint, according to Reuters calculations. Saudi Arabia, the world's largest exporter, is scrambling to divert as many as 5 million barrels a day to Red Sea port of Yanbu. The United Arab Emirates is also diverting some extra crude exports through the Fujairah oil terminal. Even so, roughly 50 billion barrel of Middle Eastern supply remains shut out of global markets, a disruption without precedent in the post-World War II era. The shock has pushed Brent crude about $100 a barrel, while global market price for refined fruits such as diesel and jet fuel have surged even more sharply, reflecting fears of sustained shortages. ഇതാണ്. അതായത് അമേരിക്ക ഈ ഓയിൽ ഷോർട്ടേജിന് വേണ്ടി നടത്തുന്ന എല്ലാ അഭ്യാസങ്ങളും ഓരോ ദിവസം കഴിയുമ്പോഴും പരാജയപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 15% ലോക മാർക്കറ്റിൽ ആവശ്യമുള്ള 15% വരുന്ന ഓയിൽ കടന്നു വരേണ്ട സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് തടയപ്പെട്ടിരിക്കുന്നതിനാൽ അതുവഴി അതിൻ്റെ ഓയിൽ നീക്കങ്ങളെല്ലാം നിലച്ചിരിക്കുകയാണ്. കയ്യിലുള്ള കരുതൽ ഓയിൽ റിസർവ് പുറത്തിറക്കിയാണ് 2ാം ആഴ്ച ഒരുമാതിരി പൗഡർ ഇട്ടതുപോലെ ഇതിനെ മിനുക്കി നിർത്തിയിരിക്കുന്നത്. പക്ഷേ ആ മിനുക്കൊന്നും മിനുക്കല്ലെന്നും ഇത് കുത്തനെ വീഴാൻ പോവുകയാണെന്നും ഒരു ഗ്ലോബൽ എക്കണോമിക് ഷോക്കിലേക്ക് ലോകം പോവുകയാണെന്നും വളരെ അതീവ ഗുരുതരമായൊരവസ്ഥയാണ് റോയിട്ടേഴ്സ് വരച്ചു കാട്ടുന്നത്. സാധാരണ റോയിട്ടേഴ്സ് അമേരിക്ക ചെയ്യുന്നതിനെല്ലാം ഒപ്പം കൂടി വേണ്ടതെല്ലാം ഒത്തുപാടുന്ന മാധ്യമ നാവായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അതിൽ നിന്ന് മാറി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യ ഓയിൽ ക്രഷ് കാരണം ഈ പറയുന്ന മേഖല ഡൈവേർട്ട് ചെയ്ത് റെഡ് സീയിലെ യാംബു പോർട്ട് വഴിയൊക്കെ കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെങ്ങും എത്തുന്നില്ല. അതുപോലെ തന്നെ ഫുജൈറ ഓയിൽ ടെർമിനൽ വഴി UAEയും പലതും ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ അത്തരമൊരു അതീവ ഗുരുതര പ്രതിസന്ധി ഈ 2 യുദ്ധവെറിയന്മാർ കൂടി അകാരണമായി ലോകത്തുണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് റോയിറ്റേഴ്സിൻ്റെ 1ാമത്തെ വാർത്ത. തീർന്നില്ല. ഇനി 2ാമത് ഒരു വാർത്ത കൂടി റോയിറ്റേഴ്സ് തന്നെ പങ്കുവെക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഗൾഫ് സ്റ്റേറ്റ്സ് പ്രസ് US to neutralize Iran for good as Hormuz crisis deepens. Gulf states now urge Washington not to stop short, sources say. US presses Gulf states to join war, according to diplomats. Gulf anger hardened after Iran struck off hub port cities. Kukan might let Iran threaten off lifeline again in future. Gulf leaders see degrading Iran's power as long as term priority. അതായത് ഗൾഫ് അറബ് സ്റ്റേറ്റ് did not ask the US to go to war with Iran, but many are now urging it to stop short by leaving the Islamic Republic still able to threaten the Gulf's
oil lifeline and economics that deepened it, 3 Gulf sources told Reuters. At the same time, these sources and 5 Western Arab diplomats said Washington was pressing Gulf states to join US-Israel war. According to 3 of them, President Donald Trump wants to show regional backing for the campaign to bolster its international legitimacy as its support at home. ഇതാണ്, അതായത് ഗൾഫ് സ്റ്റേറ്റുകൾ അമേരിക്കയെ വല്ലാണ്ട് പ്രസ് ചെയ്യുന്നു, ഇത് അവസാനിപ്പിക്കുക, ഈ യുദ്ധം വേഗം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാവും, ലോകം പ്രതിസന്ധിയിലാവുമെന്ന് പറയുന്നു. എന്നാൽ യുദ്ധവെറിയനും പൊട്ടനുമായ സാക്ഷാൽ ട്രംപ് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കണം, എങ്കിൽ മാത്രമേ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ കാണിച്ച ഈ ലോകത്തെമ്മാടിത്തരം അത് ന്യായമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയൂ. എന്ന് വെച്ചാൽ ചെയ്ത അധിനിവേശം ക്രൂരത ന്യായമാണെന്ന് സമർത്ഥിക്കാൻ പോലും കഴിയാതെ വമ്പ് പറയുന്ന വെറും പൊളപ്പൻ വമ്പനായ ട്രംപിൻ്റെ കഥയാണ് റോയിട്ടേഴ്സ് ആവർത്തിച്ച് പറയുന്നത്. റോയിട്ടേഴ്സിന് പോലും ഈ പരമവിദ്രോഹിയെ ന്യായീകരിക്കാനാവാത്ത ആഗോളസ്ഥിതി.